കേസ് 3 നമ്മൾ പറഞ്ഞെന്തായിരുന്നു? ന്യൂ പാർട്ണർ gets his share from the old partners in any proportion or in an agreed ratio. New partner gets his share from the old partners in an agreed ratio or in any other proportion. ഇത് നമ്മൾ കാണാം. ഒരു കേസ് നോക്കാം. കേസ് 3ന്റെ ഒരു കേസ്. A and B are partners sharing profits in the ratio 4:3. They decide to admit C as a partner by giving him 3/7th share. 3/7th share, which he gets 2/7 from A and 1/7 from B. Which he gets 2/7 from A and 1/7 from B. Or which he gets from the old partners in the ratio 2:1. ഇതിന് മറ്റൊരു മീനിങ് അതാണ് അല്ലേ? ഇത് നമ്മൾ കേസ് 4 ആയിട്ട് വേണം എടുക്കാം. ഓക്കെ, തൽക്കാലം നമ്മൾ കേസ് 3 തന്നെ ഉൾക്കൊള്ളിക്കുകയാണ്. നോക്കൂ, സിയുടെ ഷെയർ ആയിട്ടുള്ള 3/7 സിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 2/7 എയുടെ കയ്യിൽ നിന്ന്, 1/7 ഫ്രം ബി. അങ്ങനെ നമ്മൾ പറയണം. ഇതിനെ നമ്മൾ മറ്റു രൂപത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിക്കൂടെ? ഏത് റേഷ്യോയിലാണ് സിക്ക് കിട്ടുന്നത് ചോദിച്ചാൽ എങ്ങനെ എഴുതാം നമുക്ക്? In the ratio 2:1. C gets 3/7 share in the ratio 2:1 from A and B നമുക്ക് എഴുതാം അല്ലേ? അതായത് 2 A ആണ് കൊടുക്കുന്നത്, 1 B ആണ് കൊടുക്കുന്നത്. അതാണ് ഇത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം. എയുടെയും ബിയുടെയും ഓൾഡ് റേഷ്യോ 4:3 ആണ് അല്ലെ? ന്യൂ റേഷ്യോ എത്ര ആയിരിക്കും? ന്യൂ റേഷ്യോ ഓഫ് എ എത്ര ആയിരിക്കും? ന്യൂ റേഷ്യോ കണ്ടു നോക്കൂ. 4/7. 4/7 എ നഷ്ടപ്പെടുത്തുന്നത് 2/7 അല്ലേ? ബാക്കി എത്ര ഉണ്ടാവുക? എക്ക് 2/7 ഉണ്ടാവുക. ക്ലിയർ അല്ല? നോക്കൂ, 4/7 ആയിരുന്നു എയുടെ ഓൾഡ് റേഷ്യോ. ന്യൂ റേഷ്യോ 2/7 ആണ്. സോറി, സാക്രിഫൈസ് ചെയ്യുന്നത് 2/7 ആണ്, നഷ്ടപ്പെടുന്നത് 2/7 ആണ്. അപ്പൊ ന്യൂ ഷെയർ എത്ര ആയിരിക്കും? ന്യൂ റേഷ്യോ എത്ര ആയിരിക്കും? 2/7 ആണ്. ഇനി ബിയുടെ ബീസ് ന്യൂ റേഷ്യോ, ബീസ് ഓൾഡ് റേഷ്യോ 3/7. ബി സാക്രിഫൈസ് ചെയ്യുന്നത് എത്രയാണ്? 1/7 ആണ്. 1/7. ഓക്കെ, അപ്പൊ ഇത്ര ബാക്കി ഉണ്ടാവുക 2/7. സിയുടെ റേഷ്യോ എത്രയാണ്? സിയുടെ റേഷ്യോ എത്ര നേരിട്ട് തന്നിട്ടുണ്ട് അല്ലെ? 3/7. 3/7. What will be the new ratio? 2:3. 2:3 എന്നുള്ളതാണ് നമ്മുടെ ന്യൂ റേഷ്യോ ആയിട്ട് കാണുന്നത്. 2:3. ഓക്കെ, ഇനി നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോ കാണും. സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. സാക്രിഫൈസിംഗ് റേഷ്യോ ഈക്വൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓക്കെ, ആദ്യം എയുടേത് കാണാം. എയുടെ സാക്രിഫൈസ് കാണാം. എയുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 4/7 മൈനസ് എക്ക് പുതുതായിട്ട് കിട്ടാൻ പോകുന്നത് എത്രയാണ്? 2/7. ഓക്കെ, അപ്പൊ എത്രയാണ് സാക്രിഫൈസ്? 2/7. ബിയുടെ സാക്രിഫൈസ് നോക്കും. ബിക്ക് കിട്ടിയിരുന്നത് എത്രയാണ്? 3/7. ബിക്ക് കിട്ടിയിരുന്നത് 3/7 ആണ്. റെഡി അല്ലേ? അതിന് എത്രയാണ് ബി നഷ്ടപ്പെടുത്തുന്നത്? ബി നഷ്ടപ്പെടുത്തുന്നത് 1/7 ആണ്. 1/7 ആണ് ബി നഷ്ടപ്പെടുത്തുന്നത്. സോറി, ബിയുടെ ന്യൂ റേഷ്യോ എത്രയാണ്? ബിയുടെ ന്യൂ റേഷ്യോ എത്രയാണ്? 2/7 ആണ്. ഓക്കെ, അപ്പൊ ബിയുടെ നഷ്ടം എത്രയാണ്? 1/7 ആണ്. ബിയുടെ സാക്രിഫൈസ് എത്രയാണ്? 1/7. നമുക്ക് എയുടെ ഓൾഡ് റേഷ്യോ അല്ലെങ്കിൽ ഓൾഡ് ഷെയർ 4/7, എയുടെ ന്യൂ ഷെയർ 2/7, നഷ്ടം 2/7, സാക്രിഫൈസ് 2/7. ബിയുടെ ഓൾഡ് ഷെയർ 3/7, ബിയുടെ ന്യൂ ഷെയർ 2/7, നഷ്ടം 1/7. ഓക്കെ, അപ്പൊ ഇവരുടെ റേഷ്യോ നോക്കൂ. സാക്രിഫൈസിംഗ് റേഷ്യോ ഈക്വൽ 2:1. ഈ ഡിനോമിനേറ്റേഴ്സ് രണ്ട് വെട്ടി, നമ്മൾ 7 എന്നുള്ള സാധനം വെട്ടി. ഓക്കെ, 2 1 മാത്രം എടുത്തു, ന്യൂമറേറ്റേഴ്സ് മാത്രം എടുത്തു, എന്നിട്ടൊന്ന് എഴുതി നോക്കി. 2:1 ആണ് കിട്ടുന്നത്. ഓക്കെ, നോക്ക്, ഇതും തമ്മിലൊരു ബന്ധമല്ലേ? നോക്കൂ, തീർച്ചയായിട്ടും ഉണ്ടല്ലേ? ഇത് തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഇത് തന്നെയാണ് അവരുടെ സാക്രിഫൈസ്. കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ തരികയാണ് ഇതാണ് സാക്രിഫൈസ് എന്നുള്ളത്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യണ്ട?
സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണ്ട. ബിക്കോസ് the sacrifice made by the old partners are given in the question itself. In this case, the sacrifice made by both the partners, the old partners, are given in the question itself. So we need not calculate sacrificing ratio in this case. Okay, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട? Sacrificing ratio കാണണ്ട. ഇനി ഇതിന്റെ മുന്നേ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഇല്ലേ, നിങ്ങൾ കഴിഞ്ഞ അസൈൻമെന്റിൽ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊന്നും ഇങ്ങനെ മറിച്ചു നോക്കോളൂ, നമുക്ക് കാണാൻ പറ്റും. അവിടെ പിന്നെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കേസുകൾ ഉണ്ടല്ലോ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുമായിരുന്നു. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ ചെയ്ത് നോക്കിയെന്ന് മാത്രം. അപ്പൊ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണ്ട. കാരണം എത്രയാണ് സാക്രിഫൈസ് എന്നുള്ളത് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടുന്നുണ്ട് അല്ലേ, 2/7 ഫ്രം എ ആൻഡ് 1/7 ഫ്രം ബി എന്ന് കിട്ടുന്നുണ്ട്. അതിന്റെ റേഷ്യോ ആണ് സാക്രിഫൈസിങ് റേഷ്യോ 2:1. ഓക്കെ, അപ്പൊ നോക്കൂ, കേസ് 1 need not calculate sacrificing ratio. Case 2 need not calculate sacrificing ratio. Case 3 need not calculate sacrificing ratio. ഇനി കാണാൻ പോവാണ്, ഇനി ഉണ്ടല്ലോ രണ്ടെണ്ണം, നോക്കാം നമുക്ക്. കേസ് 4 നോക്കാം. എന്തായിരുന്നു കേസ് 4? New partner gets his share. New partner gets his share wholly from one partner. New partner gets his share wholly from one partner. Completely from one partner. അതായത് സി കയറി വരുന്നത് കൊണ്ട് നഷ്ടം ഒരാൾക്കേ ഉള്ളൂ, ഒരു പാർട്ണർക്കേ ഉള്ളൂ. ആ കേസിൽ എന്താണ് സാക്രിഫൈസ് എന്നുള്ളത് നമ്മൾ കാണണം. കാരണം ഒരാൾക്ക് അതുകൊണ്ടൊരു നഷ്ടമില്ല അല്ലെ, ഒരാൾക്ക് അതുകൊണ്ടൊരു നഷ്ടം വരുന്നില്ല. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു കേസ് പറഞ്ഞില്ലേ, അപ്പൊ അച്ഛനും അമ്മയും ഉണ്ട്, ഒരു മോളും ഉണ്ട്. അസ്യൂം ചെയ്യാം അച്ഛനും അമ്മയും ഒരു മോളുള്ള ഒരു വീട്. അതിലേക്ക് ഒരു ആളും കൂടി കയറി വരികയാണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ മോള് പറയും, നമ്മൾ നേരത്തെ പറഞ്ഞ മോള് പറയും, എന്റെ വന്നൊരു കഷ്ണം ഞാൻ കൊടുക്കൂല എന്ന് പറയും. എന്റെ വന്നൊരു കഷ്ണം കൊടുക്കൂല. ഇല്ല, കയറി വന്ന ആൾക്ക് കഷ്ണം കൊടുക്കുന്ന ആരുടെ കയ്യിൽ നിന്നാണ്? അച്ഛന്റെ അമ്മേന്റെയും കയ്യിൽ നിന്നാണ് കഷ്ണം കൊടുക്കുന്നത്. അപ്പൊ ആർക്കും അവിടെ നഷ്ടം വന്നില്ല, അവിടെ മോൾക്ക് ഒരു നഷ്ടമില്ല. മറ്റവൻ കയറി വന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റവൾ കയറി വന്നുകൊണ്ട് ഒരു നഷ്ടവും അവിടെ മോൾക്ക് സംഭവിച്ചിട്ടില്ല, അല്ലെ, ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല. പണ്ട് കിട്ടിയിരുന്ന അതേ ഷെയർ തന്നെ, ആ പണ്ടത്തെ ഐസ്ക്രീം അതുപോലെ ഉണ്ട് അവളുടെ കയ്യിൽ, അത് ആർക്കും കൊടുക്കൂല. മറിച്ച് അച്ഛനും അമ്മക്ക് മാത്രമാണ് അവിടെ സാക്രിഫൈസ് സംഭവിച്ചിട്ടുള്ളത്. ആക്ച്വലി ആ ഒരു കേസാണ് അവിടെ. അതായത് ന്യൂ പാർട്ണർക്ക് ഷെയർ കൊടുക്കുന്നത് ഒരാൾ മാത്രമാണ്. ഓക്കെ, കേസ് നോക്കാം നമുക്ക്. ഇപ്പൊ കേസ് 4 ഒരാൾക്ക് മാത്രമാണ് ഒരാൾ മാത്രമാണ് ഷെയർ കൊടുക്കുന്നത്. ആരെ നോക്കാം? എയും ബിയും പാർട്ണേഴ്സ് ആണ്. ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ 3:2. They admit C as a new partner by giving him 1/6 share, 1/6 or 1/5 share, 1/5 share which he gets wholly from A എന്ന് പറയാം. A and B partners sharing profits in the ratio 3:2. They admit C as a new partner by giving him 1/5 share which he gets wholly from A എന്ന് പറയാം. ഓക്കെ, എന്തായിരിക്കും ഇവിടെ ന്യൂ റേഷ്യോ? ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ന്യൂ റേഷ്യോ ഓഫ് എ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കാണാം? എയുടെ പണ്ടത്തെ ഷെയർ എത്രയാണ്? 3/5 ആണ് അല്ലെ. അതിൽ നിന്ന് സിക്ക് വേണ്ടിയിട്ട് 1/5 പോവാണ്. സിക്ക് കിട്ടുന്ന ഷെയർ ആരുടെ കയ്യിൽ നിന്നാണ്? കംപ്ലീറ്റ്ലി ഫ്രം എ ആണ്, മുഴുവനായിട്ട് എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ 1/5 എന്റെ കയ്യിൽ നിന്ന് പോവാണ്. ബാക്കി എന്താണ് എക്ക് ഉണ്ടാവുക? 2/5 അല്ലെ. 3/5 1/5 പോയി, ബാക്കി 2/5 ഉണ്ടാവുക. ഓക്കെ, ഇത് എയുടെ ഷെയർ കേട്ടോ. ഇനി ബിക്ക് എന്താ ബാക്കി ഉണ്ടാവുക നോക്കൂ. ബിയുടെ ഷെയർ എത്രയാണ്? 2/5. 2/5 ബിക്ക് എന്താ നഷ്ടം വരുന്നത്? 0. ബിക്ക് ഒരു നഷ്ടമില്ല. സി കയറി വന്നുകൊണ്ട് ബിക്ക് ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല. അവന് പണ്ട് കിട്ടിയിരുന്ന അതേ ഷെയർ തന്നെ ഇനി കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ബിക്ക് നഷ്ടമൊന്നുമില്ല. അപ്പൊ ബിയുടെ ന്യൂ റേഷ്യോ എന്തായിരിക്കും? പഴയ റേഷ്യോ തന്നെ അല്ലെ, 2/5 ആണ്. സിന്റെ ഷെയർ എത്രയാണ്? സിന്റെ ഷെയർ നേരിട്ട് തന്നിട്ടുണ്ട് 1/5. The new ratio between A, B and C will be 2:1. 2:1. Okay, നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോ കാണണം. സാക്രിഫൈസിംഗ് റേഷ്യോ ഈക്വൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ.
ഞാൻ വീണ്ടും വീണ്ടും എഴുതുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എയുടെ സാക്രിഫൈസ് കാണണം. എ സാക്രിഫൈസ് എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ എത്രയാണ്? 3/5 ആണ്. അതിന് ന്യൂ റേഷ്യോ നമ്മൾ കണ്ടു 2/5 ആണ്. 2/5 എത്രയാണ് എയുടെ സാക്രിഫൈസ്? 1/5. ബിയുടെ സാക്രിഫൈസ് നോക്കൂ. ബിസ് ഓൾഡ് ഷെയർ 2/5 മൈനസ് ബിസ് ന്യൂ ഷെയർ. ബിന്റെ ന്യൂ ഷെയർ എത്രയാണ്? 2/5 ആണ്. ബി സാക്രിഫൈസ് ഈക്വൽ 0. Ready അല്ലേ? B has no sacrifice. In this case, B has no sacrifice. A contribute the whole amount to C. Therefore, the sacrifice is considered to be 1. In this case, the sacrifice is considered to be 1. There is no ratio. Ratio ഇല്ല. 1:0 നമ്മൾ പറയില്ല. The sacrifice is considered to be 1 എന്ന് പറയാം. ഇവിടെ 1 ആണ് സാക്രിഫൈസ് എന്ന് പറയാം. കാരണം മുഴുവനായിട്ടും A ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കേസ് ഉണ്ടോ നോക്കൂ. സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണോ? വേണ്ട. ഇൻ ദിസ് കേസ് ഓൾസോ we need not calculate sacrificing ratio because in this case sacrifice is considered to be 1. In this case only A has made a sacrifice. Therefore there is no sacrificing ratio between A and B. The whole sacrifice is made by A. Therefore, the sacrifice is considered to be 1. So, there is no need of calculating sacrificing ratio using the formula old ratio minus new ratio. Okay, ഇവിടെയും കണ്ടെന്നാ പറഞ്ഞ 4 കേസ് നമ്മൾ കണ്ടു. 4 കേസിലും need not calculate sacrificing ratio എന്നാ പറയണം. നമുക്ക് അഞ്ചാമത്തെ കേസ്. അഞ്ചാമത്തെ കേസ് എന്തായിരുന്നു? അഞ്ചാമത്തെ കേസിൽ കഴിഞ്ഞ കേസായിരുന്നു അല്ലേ? ഓക്കെ, ചെറിയൊരു കെണിയും ഉണ്ട് അല്ലെ? ചെറിയൊരു പ്രയാസം നോക്കാം നമുക്ക്. എന്താ കേസ് 5? ഒരു പ്രൊപ്പോർഷൻ പറയണം നമ്മളോട്. കേസ് 5 ഒരു പ്രൊപ്പോർഷൻ പറഞ്ഞിട്ട് ആ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നത് അല്ലെ? നോക്കും. A and B sharing profits in the ratio 3:2. ഓക്കെ, എന്നിട്ട് പറയാണ് C admit ചെയ്യണം. They admit C as a new partner. A sacrifices 1/2 of his share. A sacrifices 1/2 of his share and B sacrifices 1/4 of his share in favor of C എന്ന് പറയണം. A sacrifices 1/2 of his share and B sacrifices 1/4 of his share. ആർക്ക് വേണ്ടിയിട്ടാണ്? In favor of C എന്ന് പറയും. In favor of C എന്ന് പറയണം. ഓക്കെ, അതായത് അതിന്റെ മീനിങ് എന്താണ്? A അയാളുടെ ഷെയറിന്റെ അരഭാഗം സിക്ക് വേണ്ടിയിട്ട് കൊടുത്തു. B അയാളുടെ ഷെയറിന്റെ 1/4 ഭാഗം സിക്ക് വേണ്ടി കൊടുത്തു എന്ന് പറയണം. അപ്പൊ ഇത് കണ്ട ഉടനെ in this case also we need not calculate sacrificing ratio നമ്മൾ പറയരുത്. ഓക്കെ, അവിടെ ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ട്. ഓക്കെ, നേരെ എടുത്തിട്ട് 1:1 എന്ന് പറയരുത്. ഇവിടെ ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ട്. അതായത് A അയാളുടെ ഷെയറിന്റെ അരഭാഗം കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ അയാളുടെ ഷെയറിന്റെ അരഭാഗം എത്രയാണ് എന്ന് നമ്മൾ ആദ്യം കാണണം. അപ്പൊ എന്താണ് എയുടെ സാക്രിഫൈസ് എന്ന് കൃത്യമായിട്ട് നമ്മൾ കാണാണ്. അപ്പൊ എക്ക് നഷ്ടം വരുന്നത് എത്രയാണ്? എയുടെ സാക്രിഫൈസ് എത്രയാണ്? എക്ക് കിട്ടിയിരുന്നത് 3/5 ആണ് അല്ലെ? 3/5ന്റെ അരഭാഗം എ സിക്ക് വേണ്ടിയിട്ട് കൊടുക്കണം. 3/5ന്റെ അരഭാഗം എ സിക്ക് വേണ്ടിയിട്ട് കൊടുക്കണം. അരഭാഗം കണ്ടോക്കൂ. 1 into 3, 3, 5 into 10, 3/10. ഓക്കെ, ഇതാണ് എയുടെ സാക്രിഫൈസ്. ഓക്കെ, എയുടെ സാക്രിഫൈസ് ആണ് 3/10. എന്റെ നഷ്ടത്തിനെന്ന് വെച്ചാൽ 3/10 ആണ്. ബിയുടെ സാക്രിഫൈസ് എത്ര നോക്കും? ബിയെ കുറിച്ച് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ബി സാക്രിഫൈസസ് 1/4 of his share in favor of C എന്നാണ്. 1/4 of his share അയാളുടെ ഷെയറിന്റെ 1/4 ഭാഗം കൊടുത്തു എന്നാ പറയുന്നത്. അയാളുടെ ഷെയർ എത്രയാണ്? 2/5. ഓക്കെ, ഇൻറ്റു 1/4. ഇതെല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കരുത്. കൂട്ടിയിട്ട് ഇവിടെ നേരത്തെ കുറക്ക് വരുന്നല്ലോ, ഇവിടെ ഗുണിക്കുകയാണല്ലോ എന്നൊന്നും പറയരുത്. ഇവിടെ നമ്മൾ കാണുകയാണ് എന്താണ് ബിയുടെ നഷ്ടം എന്ന് കാണുകയാണ്. കഴിഞ്ഞ കേസിലൊക്കെ നേരിട്ട് തരുമായിരുന്നു. ഇവിടെ നമ്മൾ കാണുകയാണ്, കാൽക്കുലേറ്റ് ചെയ്യാണ്. ബിയുടെ നഷ്ടം എത്രയാണ്? 2/5ന്റെ 1/4 ഭാഗമാണ് സാക്രിഫൈസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോ 2/20 ഈക്വൽ 1/10.
ഓക്കെ 1/10 ആണ് ബിയുടെ സാക്രിഫൈസ്. എയുടെ സാക്രിഫൈസ് എത്രയാണ്? 3/10. അപ്പൊ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കിട്ടിയല്ലോ. ഇപ്പോഴാണ് നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കിട്ടിയത്. എത്രയാണ്? 3/10 ആണ് എയുടെ സാക്രിഫൈസ്. ബിയുടെ സാക്രിഫൈസ് 1/10 ആണ്. അപ്പൊ സാക്രിഫൈസ് റേഷ്യോ 3:1 ആണ്. ഓക്കെ സാക്രിഫൈസ് റേഷ്യോ 3:1 ആണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫോർമുല വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. എന്താണ് എയുടെ ന്യൂ റേഷ്യോ? ഈ കേസിൽ എയുടെ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ റേഷ്യോ ഓഫ് എ എത്ര ആയിരിക്കും? എക്ക് പണ്ട് കിട്ടിയിരുന്നത് എത്രയാണ്? 3/5 ആണ് അല്ലെ? എക്ക് പണ്ട് കിട്ടിയിരുന്നത് 3/5 ആണ്. അതിൽ നിന്ന് 3/10 നഷ്ടപ്പെടാൻ പോവാണ്. അതിൽ നിന്ന് 1/2 അല്ല നഷ്ടപ്പെടുന്നു കേട്ടോ. ഇത് മനസ്സിലാക്കുക. അതിൽ നിന്ന് അരയല്ല നഷ്ടപ്പെടുന്നത്, അയാളുടെ ഷെയറിന്റെ അര, എയുടെ ഷെയറിന്റെ അരയാണ് നഷ്ടപ്പെടുന്നത്. എയുടെ ഷെയർ 3/5 അതിന്റെ അരഭാഗം, അതാണ് 3/10. അപ്പൊ നോക്കൂ, എയുടെ ന്യൂ റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്ക് പണ്ട് കിട്ടിയിരുന്നത് എന്താണ്? 3/5 ആണ്. അതിൽ നിന്ന് അയാൾ നഷ്ടപ്പെടുന്നത് 3/10 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ കിട്ടുക? നമുക്ക് LCM 10 ആക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 6 - 3 = 3/2. ഓക്കെ, ന്യൂ റേഷ്യോ ഓഫ് എ = 3/10 ആണ്. എയുടെ ന്യൂ റേഷ്യോ 3/10 ആണ്. ബിയുടെ ന്യൂ റേഷ്യോ എത്രയാണ്? ബിസ് ന്യൂ റേഷ്യോ വിൽ ബി, ബിക്ക് പണ്ട് കിട്ടിയിരുന്നത് 2/5 ആണ് അല്ലെ? അതിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എത്രയാണ്? 1/10 ആണ്. 1/10 = 4 - 1/10 = 3/10. Okay, the new ratio between A and B will be 3/10 and 3/10. രണ്ടും 3/10 ആണ്. ഓക്കെ, സിയുടെ ഷെയർ എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ് മീനിങ്? സിയുടെ ഷെയർ എത്രയാണ്? സിയുടെ ന്യൂ റേഷ്യോ എത്രയാണ്? അല്ലെങ്കിൽ സിയുടെ ന്യൂ ഷെയർ, സി എന്ന് പറയുന്ന ആള് പുതുതായിട്ട് വന്നതല്ലേ, അയാൾക്ക് എത്ര കിട്ടുന്നത്? എന്റെ കയ്യിൽ നിന്ന് എത്ര കിട്ടിയത്? 3/10. എന്റെ കയ്യിൽ നിന്ന് 1/2 അല്ല കിട്ടിയാണ്. ബിന്റെ കയ്യിൽ നിന്ന് 1/4 അല്ല കിട്ടിയാണ്. 1/2 ഓഫ് ഹേസ് ഷെയർ, 1/4 ഓഫ് ബീസ് ഷെയർ എന്നാണ് നമ്മൾ കണ്ടു. എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് 3/10 ആണ്. ബിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് 1/10 ആണ്. ഈക്വൽ എത്രയാണ് കിട്ടുന്നത്? ഈക്വൽ 4/10. Okay, new ratio between A, B and C will be 3:4 എന്നാണ് കിട്ടുക. ന്യൂ റേഷ്യോ കിട്ടുന്നത് 3:4. ഇവിടെ സാക്രിഫൈസിംഗ് റേഷ്യോ ഒന്ന് കണ്ടു നോക്കൂ. സാക്രിഫൈസിംഗ് റേഷ്യോ ഈക്വൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എയുടെ സാക്രിഫൈസ് നോക്കണം നമ്മൾ. എയുടെ സാക്രിഫൈസ്, എയുടെ ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? 3/5 മൈനസ് ന്യൂ റേഷ്യോ 3/10. ഓക്കെ, ഈക്വൽ എത്രയാണ്? 10 കിട്ടി. 6 - 3 = 3/10. 3/10. എയുടെ സാക്രിഫൈസ് നമുക്ക് കിട്ടി 3/10. ബിയുടെ സാക്രിഫൈസ് നോക്കൂ. ബിക്ക് പണ്ട് കിട്ടിയിരുന്നത് 2/5 ആണ് അല്ലെ? ഇനി പുതുതായിട്ട് കിട്ടാൻ പോകുന്നത് എത്രയാണ്? പുതുതായിട്ട് കിട്ടാൻ പോകുന്നത് 3/10 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 4 - 3/10 = 1/10. Sacrifice ratio will be 3:1. 3:1. അപ്പോൾ ഇവിടെ നമ്മൾ ഇടങ്ങാറായിട്ട് വെറുതെ കുറെ കണക്ക് കൂട്ടിയിട്ട് നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 3:1 ആണ്. ആ സാധനം നമുക്ക് നേരത്തെ കിട്ടിയിട്ടില്ല. നോക്കൂ, 3:1 കിട്ടിയിട്ടുണ്ട് ഇല്ല. അതായത് എയുടെയും ബിയുടെയും സാക്രിഫൈസ് എത്രയാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു സ്റ്റെപ്പിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. 3:1 എന്നുള്ളത് അത് തന്നെയാണ് അവരുടെ സാക്രിഫൈസ്. In this case also, we need not calculate sacrificing ratio of the old partners because the sacrifice is calculated by multiplying the old partners' old share with their sacrifice, with their share of sacrifice. Okay, ഇവിടെ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചില്ല. നേരത്തെ 3:1 എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ in this case also we need not calculate sacrificing ratio. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നിങ്ങൾ ഇത് എടുക്കരുത് കേട്ടോ. ക്വസ്റ്റ്യനിൽ തന്ന 1/2 1/4 അല്ല എടുക്കേണ്ടത്. മറിച്ച് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന അവിടെ ഓൾഡ് ഷെയർ നോക്കി അതിന്റെ മേലെയാണ് ഈ പ്രൊപ്പോർഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതിന് കിട്ടുന്ന ആൻസർ 3/10 1/10. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മുടെ സാക്രിഫൈസിംഗ് റേഷ്യോ അതാണ് എന്നുള്ളത് ചെയ്യുന്നത്. അല്ലാതെ ഇത് എടുക്കരുത്, 1/2 1/4 എടുക്കരുത്.
ഇതിനെയാണ് എടുക്കേണ്ടത് 3/10 1/10. ഈ 10 രണ്ടും തട്ടിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് 3:1. ഓക്കെ, റെഡി അല്ലേ? അത് നോക്കൂ, 5 കേസുകൾ നമ്മുടെ. ഓക്കെ, 5 കേസുകൾ. 5 കേസിന്റെയും ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 5 കേസിന്റെയും സാക്രിഫൈസിങ് റേഷ്യോയുടെ കാൽക്കുലേഷൻ പഠിച്ചു കഴിഞ്ഞു. ഒരു പ്രയാസമില്ല അല്ലേ? നമുക്ക് ഈസി ആയിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർമുല ഒന്നും വേണ്ട, ആ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കാണാൻ പറ്റും. അപ്പൊ ഇനി നിങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കണം. ഇത് ക്ലാസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾ ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ സാറേ എപ്പോഴാ പിന്നെ ഇത് കാണുക? എന്തിനാ പിന്നെ ഈ ഫോർമുല? എന്തിനാണ് പിന്നെ ഈ ഫോർമുല? എന്തിനാണ് പിന്നെ ഇത് തന്നിട്ടുള്ളതെന്ന് ചോദിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ഉണ്ട്. ഏത് കേസിൽ മാത്രം കണ്ടാൽ മതി എന്നറിയാം. ഓക്കെ, ക്വസ്റ്റ്യനില് സാക്രിഫൈസിങ് റേഷ്യോയും ന്യൂ റേഷ്യോയും സെപ്പറേറ്റ് ആയിട്ട് തരുന്ന കേസിൽ മാത്രമേ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയുള്ള ഈ ഒരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഈ 5 കേസിന്റെയും ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ മെനക്കെട്ട് കണക്കൂട്ടാനേ പോണ്ട. ഓക്കെ, ഏത് കേസിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ? ന്യൂ റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും സെപ്പറേറ്റ് ആയിട്ട് തരുന്ന കേസിൽ മാത്രമേ നമ്മളത് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, നോക്കാം നമുക്കൊരു കേസ്. അടുത്തൊരു കേസ് നമ്മളോട് പറയാണ് എ ആൻഡ് ബി. നമ്മുടെ പഴയ ആൾക്കാരനെ എ ആൻഡ് ബി ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ 3:2. They decide to admit C as a new partner. And the new ratio between the partners is decided as 3:2:1. 3:2:1. Calculate the sacrificing ratio എന്ന് പറയാം. Okay. ഇവിടെ ഈ 3:2:1 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മൾ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ റേഷ്യോ തോന്നുന്നു മാത്രം. ഓക്കെ, വേറെ ഏത് റേഷ്യോ ആവും? നോക്കൂ, ന്യൂ റേഷ്യോ വേറെയാണ്, ഓൾഡ് റേഷ്യോ വേറെയാണ്. ഈ കേസിൽ നോക്കൂ, in this case also we need not calculate sacrificing ratio between because the relative ratio between A and B and the relative ratio between A and B in the old share are the same. Okay, 3:2 നമ്മൾ കാണല്ലേ. അപ്പൊ ഇവിടെയും സാക്രിഫൈസിങ് റേഷ്യോ കാണേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? 3:2 തന്നെയായിരിക്കും ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ. നമ്മളിത് കണക്കൂട്ടി കണ്ടെത്തിയാലും 3:2 തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കണം. അപ്പൊ അതൊന്ന് മാറ്റണം. ഓക്കെ, 3:2:1 എന്ന് വേണ്ട, അതിന് പകരം നമ്മള് ഒരു 5:4:3 എന്നാണ്. ഓക്കെ, 5:4:3 പോരെ? ശരി, അപ്പൊ നമ്മൾ കാണണം സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എയുടെ സാക്രിഫൈസ് കാണണം. എ സാക്രിഫൈസ് ഈക്വൽ പണ്ട് കിട്ടിയിരുന്നത് 3/5 ആണ്. ഇനി കിട്ടാൻ പോകുന്നത് 5/12 അല്ലെ? 5/12 ആണ്. പണ്ട് കിട്ടിയിരുന്നത് എന്താണ്? 3/5. ഇനി കിട്ടാൻ പോകുന്നത് എത്രയാണ്? 5 4 9 3 12. ഓക്കെ, 5/12 ആണ്. എൽസിഎം കാണാം നമുക്ക്. 12 5ന്റെ എൽസിഎം 60. എൽസിഎം 60 എടുത്തോ. അപ്പോൾ ഇവിടെ 3നെ നമ്മൾ 12 മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 12 36 മൈനസ് 5 × 5 24 ഈക്വൽ 11/60. 11/60. എയുടെ സാക്രിഫൈസ് നടന്നത് 11/60 നമുക്ക് കിട്ടണം. ഓക്കെ, ഇനി ബിയുടെ സാക്രിഫൈസ് നോക്കാം. ബിക്ക് കിട്ടിയിരുന്നത് എത്രയാണ്? 2/5 ആണ് അല്ലെ? അതിന് ഇനി കിട്ടാൻ പോകുന്നത് എത്രയാണ്? ന്യൂ റേഷ്യോ 4/12. 4/12. ഓക്കെ, എത്രയാണ് നോക്കും? 4/12 എടുത്തിട്ട് 60 തന്നെയാണ് എൽസിഎം. 12 × 2 24 മൈനസ് 5 × 4 20. 4/60. ഓക്കെ, അപ്പൊ എന്താണ് എയും ബിയും തമ്മിലുള്ള സാക്രിഫൈസിംഗ് റേഷ്യോ? എയുടെ സാക്രിഫൈസ് 11/60 ആണ്, ബിയുടെ സാക്രിഫൈസ് 4/60 ആണ്. അവിടെ ഇത് റേഷ്യോ 11:4. 11:4. Sacrifice ratio between A and B will be 11:4. Okay. ഇനി നമുക്ക് കൂട്ടത്തിൽ ഒരു സംഗതി കൂട്ടി വായിക്കാം. ചില കേസിൽ നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
പോസിറ്റീവ് ഫിഗറിന് പകരം നെഗറ്റീവ് ഫിഗർ വന്നേക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പക്ഷേ -4 കിട്ടിയിരുന്നതെങ്കിൽ ഇവിടെ 20 ഇവിടെ വരുന്നത്, ഇവിടെ 24 വരുന്നെങ്കിൽ ഇവിടെ -4 ആവുക. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക ഇയാൾക്ക് സാക്രിഫൈസിന് പകരം ഒരു ഗെയിനാ കിട്ടിയിട്ടുള്ളത്. സി വന്നതുകൊണ്ട് ഒരു നേട്ടമാണ് ഇയാൾക്ക് കിട്ടിയത്. ഓക്കെ, അയാളുടെ കയ്യിൽ നിന്ന് ഒരു കഷ്ണം കൂടി ഇവിടെ ഇയാൾക്ക് കിട്ടിയിരിക്കുകയാണ്, ബിക്ക് കിട്ടിയിരിക്കുന്നതാണ് ഇതിന്റെ മീനിങ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയത് 11:4 ആണ്. രണ്ടുപേർക്കും സാക്രിഫൈസ്. ഓക്കെ, ഇങ്ങനെ സംഗതി കൂടി നമ്മൾ നോക്കുക. അപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയ കഷ്ണം 11/60 ആണ് അല്ലെ. ബിന്റെ കയ്യിൽ നിന്ന് പോയ കഷ്ണം എത്രയാണ്? 4/60 ആണ്. രണ്ടും കൂടി കൂട്ടി നോക്കും. 15/60. 15/60. 15/60 എന്ന് പറയുന്നത് നമുക്കൊന്ന് ചെറുതാക്കിക്കൂടെ? എങ്ങനെ ചെറുതാക്കാം? 1/4 ആക്കിക്കൂടെ? 1/4 ആക്കിക്കൂടെ? 60-ൽ 15 എന്ന് പറയുമ്പോ 1/4 അല്ലത് ആണല്ലേ. അതായത് സിക്ക് വേണ്ടിയിട്ട് എയും ബിയും കൊടുത്തത് ഇതാണ് 11/60ഉം 4/60. ഇനി സിന്റെ ഷെയർ നമുക്ക് കീറി മുറിച്ച് നോക്കാം. സിന്റെ ഷെയർ എത്രയാണ്? 3/12 ആണ്. 3/12 ചെറുതാക്കി നോക്കൂ. 1/4 അല്ലേ? റെഡി അല്ലേ? 3/12 ചെറുതാക്കി നോക്കുന്ന സമയത്ത് 1/4 അല്ലേ? സിക്ക് കിട്ടിയ ഷെയർ ആര് കൊടുത്തതാണ്? എയും ബിയെ കൊടുക്കണം. എയും ബിയും കൊടുത്തപ്പോ നോക്കൂ 11/60 4/60 ആണ് കൊടുത്തത്. 11/60 4/60 കിട്ടിയ ആൻസർ 15/60. ചെറുതാക്കി 1/4. അത് തന്നെയാണ് ഇത്. ഓക്കെ, അത് തന്നെയാണ് സിന്റെ ഷെയർ എന്ന് പറയുന്നത്. സിക്ക് വേറെ ഒന്നും കിട്ടിയതല്ല, ആര് കൊടുത്തതാണ്? എയും ബിയും കൂടി കൊടുത്തതാണ്. ഇതാണ് സാക്രിഫൈസ്. ഒരാളുടെ സാക്രിഫൈസ്, ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളാവുന്ന നമ്മൾ പറയില്ലേ, ഇവരുടെ സാക്രിഫൈസ് ആണ് സിക്ക് കിട്ടിയ ഷെയർ. ഓക്കെ, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ എല്ലാം കൂടി അങ്ങ് കൂട്ടിക്കുഴയ്ക്കാതെ ക്ലിയർ ആക്കിയിട്ട് ഒന്ന് നല്ല തറവാക്കണം. തറവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററും ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററിലെ പിന്നെ നമ്മുടെ പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ചാപ്റ്ററൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പോകാൻ പറ്റും. ഇനി അങ്ങോട്ട് ഇതിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യണം. അപ്പൊ അതിന് ബേസ് ആയിട്ട് വേണ്ട സംഗതികൾ ഇതാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഇത്രയും ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആ ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ സാക്രിഫൈസ് റേഷ്യോയുടെ കാൽക്കുലേഷൻ ആയിട്ട് ക്ലിയർ ആയിട്ടില്ല, അതിന് മനസ്സിലാവുന്നില്ല, കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറയും. അങ്ങനെ ഉണ്ടാവരുത്. തറവായിട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ കാണാം, വീഡിയോസ് വീണ്ടും വീണ്ടും കാണാം. ഓക്കെ, എന്നിട്ട് ക്ലിയർ ആക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ഇതിന്റെ നോട്ട് സെപ്പറേറ്റ് ആയിട്ട് തരില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ പിന്നെ കാര്യങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതിയിരിക്കുക. ഞാൻ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ നോട്ടായിട്ട് എഴുതിയിരിക്കുക കൂട്ടത്തിൽ. ഓക്കെ, 5 കേസിലും പിന്നെ നോട്ട് കാൽക്കുലേറ്റ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്നുള്ള പോയിന്റ്സ് കൃത്യമായിട്ട് എഴുതിയിരിക്കുക. ഏത് കേസിൽ മാത്രമേ സാക്രിഫൈസ് കാണേണ്ടതുള്ളൂ? ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോയും സെപ്പറേറ്റ് ആയിട്ട് തരുന്ന കേസിൽ മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ശരി.